ഉണ്ടോ നോക്കണം. പ്യാരിയാതാ ആരാ വേണം. ഇവിടെ ഇവിടെ അവിടെ ആരുമില്ല. ഉള്ളേ നോക്കണ എവിടെ ഇയാളെ മോനെ എവിടെ പോയത്? അവൻ ഇവിടെ ഇല്ലാന്ന്. എവിടെ പോയാ മോനെ? അവൻ ഇവിടെ ഇല്ല പറഞ്ഞില്ലേ, 2 ദിവസമായി പോയിട്ട്. എവിടെ പോയാലും അവന്റെ അവസാനമാണ് കേട്ടാ. ഇതെന്തിനാ കുട്ടി അകത്തേക്ക് കയറി പോയി? അവിടെ ഇല്ലാന്ന് നോക്കണ, അവൻ അകത്ത് ഒളിച്ചിരിപ്പുണ്ടാവും. എന്താണ്ടായി? എന്താണ്ടത് ഞങ്ങൾക്ക് അറിയില്ലല്ലേ? ഇല്ലെന്ന്. ഞങ്ങളുടെ പാർട്ടിയുടെ കൊടി ചവിട്ടി എന്നാണ് അവൻ ഫേസ്ബുക്കിൽ എടുത്ത് ഫോട്ടോ ഇട്ടേക്കണത്. ഇത്രേ ഉള്ളു കാര്യം. നിങ്ങളൊക്കെ രാഷ്ട്രീയക്കാരല്ലേ, ഇതൊക്കെ ഒരു പുത്ര പ്രശ്നമാക്കി. ഞങ്ങളെ പാർട്ടിയുടെ കൊടി തൊഴിലെ സംഭവിക്കില്ല. എന്താ നിങ്ങൾ ഇങ്ങനെ? എന്താ അവന്റെ ശവത്തിൽ ചവിട്ടി നിങ്ങൾ ഫോട്ടോ എടുത്തിടും ഫേസ്ബുക്കിൽ. രാഷ്ട്രീയ വൈരാഗ്യം കാണിച്ച് വെറുതെ ജീവൻ കളയില്ല. എന്റെ കുട്ടി പാവാണ്. മൂപ്പിന്നെ മര്യാദക്ക് ജീവിച്ചോളപ്പാ. വളർത്തണമെങ്കിൽ അവനെ മര്യാദയ്ക്ക് വളർത്തിക്കൊള്ളണം. ഞങ്ങളെ പാർട്ടിയെ തൊട്ട് കളിച്ചാട്ടല്ലേ വിവരം അറിയും. 24 മണിക്കൂർ കയ്യും കാലും തല്ലി ഓടിച്ച് പൂമാലണി ചെയ്യാൻ പോകും. അവനൊരു കാണാൻ പറ. ഓനെന്താണ് എന്റെ കൊടീന്റെ മുകളിൽ കയറി സെൽഫി എടുത്തത്? എന്റെ നെഞ്ചിച്ച കുട്ടി സെൽഫി എടുത്തിട്ട് കുഴപ്പമില്ല. അറിയാട്ടോ ഓരോരുത്തരെയും വെച്ചേക്കോ. ഞങ്ങള് തന്നേണെന്ന് നോക്കൂല. എടുത്തു ചാടി ഒന്നും ചെയ്യൂടാ. ഞങ്ങൾ ചെയ്യും. എന്താ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചത്? ഭ്രാന്ത് പിടിപ്പിക്കരുത്. തന്തയുടെ പ്രായമായി പോയി. ഒരുത്തനെ വെറുതെ ഇവിടെ കത്തിക്കല്ലാത്തിന്. ഉണ്ണി എടുത്തല്ലോടെ വേണ്ട. അവനെ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ വിടൂലവനെ. തനിക്കൊരു മോനില്ലാന്ന് കൂട്ടിക്കോ. അമ്മല്ലാത്ത കുട്ടിയല്ലേന്ന് കരുതിയിട്ടാ ലാളിച്ച് വളർത്തി. ഏത് നേരവും രാഷ്ട്രീയവും പോലീസും അടിപിടി. എന്റെ കുട്ടിയുടെ ജീവൻ ആരുടെയെങ്കിലും കത്തിയുടെ മുമ്പത്ത് തീരും. അങ്ങനെയൊന്നും പറയല്ലേ സുഗതേട്ടാ. എന്താ പ്രശ്നം എന്നറിയോ സുഗത? മക്കളെ വളർത്തുമ്പോ വളർത്തണത് പോലെ വളർത്തണം. പിന്നെ അങ്ങനെ കയറൂരി വിടാൻ പാടില്ലായിരുന്നു. ഒരു പിടുത്തം നമ്മുടെ കയ്യിൽ വേണ്ടതായിരുന്നു. അതുണ്ടായില്ല. അതതിന്റെ കുഴപ്പം. പിന്നെ ഞാൻ ആലോചിക്കണ അതല്ല, ഈ മക്കള് കാണിക്കണ തോന്നിയാസത്തിന് വീട്ടിൽ വയസ്സായ ആളുകൾ ആക്രമിക്കാൻ നിൽക്കണ എന്തിനവന്മാര്? അങ്ങനെയൊന്നും പറയണ്ട. കുറെയൊക്കെ അവനും വിചാരിക്കണം നന്നാണെന്നേ. അതെ, അവന്റെ അതേ പ്രായമില്ല. ഇവന് ഒരുമിച്ച് സ്കൂളിൽ പോയിരുന്നല്ലേ. ഇപ്പൊ ഇവനോ പഠിച്ച് ജയിച്ച് മാർക്ക് മേടിച്ച് ഇപ്പൊ PSC റാങ്ക് ലിസ്റ്റിലെ പേരും വന്നു. ഇനി ഉടനെ സർക്കാർ ജോലി കിട്ടും. എന്റെ കുട്ടിയുടെ ഗതി ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളു. കുറച്ചു കാലം മുമ്പ് നിന്റെ പ്യാരിയുടെ വാക്കും കേട്ടിട്ട് ഇവനും രാഷ്ട്രീയത്തിനകത്തും പറഞ്ഞിറങ്ങി. സംഗതി എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, പഠിക്കാനല്ലാതെ വേറെ എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ആ വഴിക്കാണ്ട് പോയിക്കൊള്ളണം. പിന്നെ ആ പടി ഇങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞു. അന്ന് നിർത്തിയല്ലോ. എന്താ കാര്യം? വിശപ്പ് സഹിക്കാൻ പറ്റില്ലേ, നക്കാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അതന്നെ. നീ ഇപ്പൊ ഇവനോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവനെ സ്നേഹിക്കാൻ അവന്റെ അമ്മ ഉണ്ട്. ഞാൻ ഏത് നേരം അവനോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവനെ സമാധാനിപ്പിക്കാൻ ആരുമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ലാളിച്ചു പോയി. അതന്നെ എൻ്റെ പ്രശ്നം. നിന്റെ ഭാര്യ മരിച്ച സമയത്തെ ഞാൻ നിന്നോട് പറഞ്ഞതാണ് വേറൊരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. അന്ന് കേട്ടില്ലല്ലോ. അന്ന് ഈ ചെക്കന് വേണ്ടിയിട്ടല്ലേ നീ കല്യാണം കഴിക്കാതിരുന്നത്. ഇപ്പം ഈ ചെക്കനും തലയിരിഞ്ഞ് പോയി. വീട്ടിൽ സഹായത്തിന് ഒരാളുമില്ല. എന്താടാ നിന്റെ കയ്യിൻ്റെ മുകളിൽ? നിന്നോട് ഞാൻ നാങ്കടിക്കരുന്ന് പറഞ്ഞല്ലേ. പഠിക്കുന്ന കാലത്ത് ഞാൻ അവനോട് ഒരുപാട് പറയാറുണ്ട് സുധേട്ടാ, നീ വെറുതെ ഈ സമരത്തിന്റെ പിന്നാലെ നടന്ന പരീക്ഷ വരുമ്പോ പെട്ടുകൂട്ടാന്ന് ഞാൻ പറയാറുണ്ട്. അവന് അതെച്ചാ ഞാൻ പറഞ്ഞു ചോദിച്ചു നോക്കിയേ, അവനെപ്പോഴും വലിയ വലിയ ആളുകളുടെ കൂടെ ഇങ്ങനെ കൂട്ട്. ഞാനൊക്കെ പറയുമ്പോ അവൻ എന്നോട് ദേഷ്യ. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോവാറില്ല. സത്യയുടെ എന്നാലും ഒരു തുണിയുടെ മുകളിൽ കയറി നിന്നൊന്നും പറഞ്ഞ് കൊല്ലാനൊക്കെ വരുമോ? തുണിയല്ലേ അമ്മ, അത് കൊടിയല്ലേ. കൊടിയായാലും തുണിയിലല്ലേ തയ്ക്കണത്. ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. അതെ, അതിപ്പോ കൊടിയായാലും തുണിയായാലും അവർക്കും ഒരുപോലെ തന്നെയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു കാരണം വേണം. അതിപ്പോ ഒരു മുട്ടുസൂചി ആയാലും മതി. അതിന്റെ പേരിലാവും ചിലപ്പോ കത്തെടുത്ത് കുത്തുക. ഒരു മനുഷ്യ പറ്റില്ലാത്തവരാ. അതിലൊരുത്തണ്ട് ഇങ്ങനെ വളഞ്ഞൊരു വടിയായിട്ട് തല്ലാൻ വന്ന് മുടിയൊക്കെ നീട്ടിയിട്ട് ഞാൻ പ്രതികരിച്ചിരുന്നെങ്കിൽ അവരെന്നെ കൊന്നുണ്ടാവും. ഞാൻ മുണ്ടാതെ നിന്നു. ഒരു കാര്യം ചെയ്യ്, ഒരു 2 ദിവസം നീ പുറത്തേക്ക് ഇറങ്ങണ്ട.
അല്ല എങ്ങാനും വന്നിട്ട് മണ്ടക്കൊരു അടി അടിച്ച് കഴിഞ്ഞ് പോയാൽ തീർന്നില്ലേ ആൾ എത്ര പിന്നെ എന്ത് പറയേണ്ട കാര്യം? അല്ലപ്പോ എനിക്ക് 2 കിട്ടുക അല്ലെങ്കിൽ ഞാൻ ചാവുക ചെയ്തോട്ടെ, എനിക്ക് അത് കുഴപ്പമില്ല. അവൻ പുറത്തിറങ്ങാണ്ടൊന്നും വീടിന്റെ അകത്ത് ഇരുന്ന് കിട്ടിയാൽ മതിയാ. നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? ഞാൻ ചത്തോന്നറിയാൻ വേണ്ടി വന്ന അച്ഛൻ എന്താ ഇവിടെ ഉണ്ടായത്? അവന്മാരെ അച്ഛനെ വല്ലതും ചെയ്താ? ചെയ്തോക്ക്. നീ എന്താ ചെയ്യാൻ പോണവരെ? ഇന്ന് അവന്മാരെ കിടത്തി ഉറക്കൂല, കൊടലിയാൻ കുത്തിയാൻ പുറത്തെടുക്കൂല. എന്റെ പ്യാരിയെ എന്തിനാ ഈ വക പരിപാടികൾക്ക് പോവാൻ നിൽക്കണേ നീ? എന്തിനാ ഈ മനുഷ്യന് ലേശം സമാധാനം കൊടുത്തോ നിനക്ക്? ദൈവത്തെ ഓർത്ത് സത്യനെ ഉപദേശിക്കാൻ നിൽക്കല്ലേട്ടാ. ദേ ഒരു മോനുണ്ടായവനെ ഉപദേശിച്ച് ഒരു മണൂണാഞ്ചനാക്കി. നിങ്ങൾക്ക് വീട്, കുടുംബം, ഭാര്യയൊക്കെ എന്നും പറഞ്ഞ് സ്വസ്ഥമായിട്ട് വീട്ടിൽ അടച്ചു കെട്ടിയിരുന്നാ പോരെ? നിങ്ങൾ വീട്ടിൽ സമാധാനമായിട്ട് ഇരിക്കണതേ ഞങ്ങളെ പോലത്തുള്ള പൊതുപ്രവർത്തകർ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ഇവിടുത്തെ പൊതുപ്രവർത്തകർ സത്യനെ പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്താണ് അവസ്ഥ? ഈ ഗാന്ധിജീനെ പോലുള്ള നേതാക്കൾ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിലാ ഇന്ന് ഈ രാജ്യം ഉണ്ടാ? എടാ ഗാന്ധിജി ആരെങ്കിലും കത്തെടുത്ത് കുത്താൻ പോയിട്ടുണ്ടോ? ഗാന്ധിജിയുടെ അച്ഛൻ ആരെങ്കിലും വീട് കയറി തല്ലിയാ? അതിനുള്ള കാരണം അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. മോനെ അതല്ല, ഞങ്ങൾ പറയണൊന്ന് കേക്ക് നീ. എന്റെ മണ്ടുവമ്മ, ഇത് രാഷ്ട്രീയമാണ്. ഇതിൽ ചിലപ്പോ കൊള്ളും, ചിലപ്പോ കൊടുക്കും. ഇന്ന് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയേക്കണവനെ ഉണ്ടല്ല, കൊടലെടുക്കാതെ പാരി കിടന്ന് ഉറങ്ങൂല. പ്യാരി ഇന്നൊരു പ്രശ്നത്തിന് കേൾക്കലടാ, അവര് പറയണമെന്ന് കേക്കടാ നീ. എടാ നീ നിന്റെ പാട് നോക്ക്. നീ PSC പഠിച്ചിട്ടേ ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റിലും കൂടി കയറാൻ നോക്ക്. ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നവന്റെ കൊടലെടുക്കാതെ പാരി ഉറങ്ങൂല അച്ഛാ. കണ്ടോ സത്യ, ഇവനെ എങ്ങനെ ഞാൻ ഉപദേശിച്ച് നേരാക്കുക? വെട്ടാൻ പോണ പോത്തിനോട് വേദം ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. ഒന്നുകൂടി പറയേട്ടാ. എന്ത് പറയണ്? അവനൊക്കെ എന്തൊക്കെ തീരുമാനിച്ചു ഉറച്ചിട്ടുണ്ടോ? അതെ 2 ദിവസം അച്ഛൻ അമ്മാവന്റെ വീട്ടിൽ പോയി എന്താണെന്ന് പറയാൻ പറ്റൂല. വേണ്ട. ശീതള നീ വിട്ടെ. പറഞ്ഞേക്കാം. ശീതള നീ വിട്. ഇത് പിള്ളേ സത്യം പിടിക്കല്ലേ? എന്റെ അച്ഛനെ അവൻ കൈവച്ചണം. അതെ, വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ മനോവീര്യം തകർക്കാനാണ് ഓര് ശ്രമിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ പാർട്ടി അങ്ങനെയല്ല. സമാധാനപരമായിട്ട്, നിയമപരമായിട്ട്, ജനാധിപത്യപരമായിട്ട് മാത്രമേ ഞങ്ങൾ നേരിടൂ. അക്രമം ഞങ്ങളുടെ പാർട്ടിയുടെ നയമല്ല. ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതിക്കോ കേട്ടോ സദേവ. ബാക്കിയൊക്കെ എൻ്റെ ഭാവന പോലെ എന്തെങ്കിലുമൊക്കെ എഴുതിക്കോ. ഞാൻ അവിടെ ഒരു മീറ്റിങ്ങിലാ. ശരി എന്നാ വെച്ചോ. എന്നിട്ട് അല്ല മൊയ്തുക്ക, ഈ സമാധാനപരമായിട്ട് നമ്മൾ നേരിടുമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ല. ഇതിപ്പോ പാരിയറിന്റെ അച്ഛനെ തല്ലിയിട്ട് നമ്മൾ പാരം ചോദിച്ചിട്ടില്ല. പാരിയറിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഞങ്ങൾ പാർട്ടിയുടെ അച്ഛനെ പോലെയാണ് കണക്കാക്കണത്. പാർട്ടിയുടെ അച്ഛനെ തല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതികാരം ചെയ്യണം. ഞാനിപ്പോ ഈ ഫോണിൽ കൂടെ പറഞ്ഞ നിങ്ങൾ നോക്കണ്ട, അത് ചാനലുകാരോട് പറഞ്ഞ. സെക്രട്ടറി ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാട് ശരിയല്ല. എന്റെ വീട്ടിൽ കയറി അവരെന്റെ അച്ഛനെ ഉപദ്രവിക്കാൻ വന്നത് ഞാൻ കൊള്ളരായി ചെയ്തോണ്ടല്ല, ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ അടിയുറച്ച് നിൽക്കണോണ്ടാണ് എന്നെ ഉപദ്രവിച്ചത്. അന്ന് തന്നെ ഞാൻ അവനെ വെട്ടണമെന്ന് പറഞ്ഞാണ്. അപ്പൊ സെക്രട്ടറി എന്താ പറഞ്ഞ? പാർട്ടി കൂടി ആലോചിച്ച് തീരുമാനിച്ചിട്ട് വെട്ടാന്ന്. ദിവസം ഇത്രയായി. വെട്ടണമെന്ന് പറഞ്ഞാൽ അവനെ വെട്ടണം. വെട്ടിക്കോ, ആളെ കൂട്ടി വെട്ടിക്കോ. ആളെ കൂട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയിട്ട് ആളെ കൂട്ടാനാണ്? ഇപ്പൊ ന്യൂട്ടൻ തന്നെ അവൻ മാന്യമായിട്ടും സത്യസന്ധമായിട്ടും ഇത്തിരി മയക്കുമരുന്ന് കച്ചവടം നടത്തിയതിനാണ് അവനിപ്പൊ പെടുത്തിയേക്കണത്. സത്യസന്ധമായെന്നൊന്നും ഈ പറയണ്ട കേട്ടോ. എന്നോട് പലതവണ ന്യൂട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വല്ലാണ്ട് ആ ലോബി പോയി കളിക്കേണ്ട, ഇടങ്ങറാവും. ഇപ്പൊ എന്തായി? എന്റെ മൊയ്തുക്ക, ഞാൻ വളരെ ഡീസന്റ് ആയിട്ട് ആ കച്ചവടം ചെയ്ത് ജീവിക്കായിരുന്നു. ഇതിപ്പോ അച്ഛനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി എന്നെ പിടിച്ച് കൂട്ടിക്കയറ്റിക്കാൻ കൂടെ. എന്തായാലും അച്ഛനും മോനും കൂടി ഇപ്പൊ പറയിപ്പിക്കുന്നുണ്ടല്ലോ. സെക്രട്ടറി അവനെ പിണങ്ങിയിട്ട് കാര്യമില്ല. അവനിത് വലിക്കാനും മണത്താനൊക്കെ കൊടുക്കണോണ്ടാണ് 3-4 പേരിന്ന് നമ്മുടെ പ്രസ്ഥാനത്തിലുള്ളത്. പഴയ പോലെ യുവാക്കൾ പ്രസ്ഥാനത്തിലേക്ക് വരണില്ല. കൊടികണ്ട ആവേശം കയറിയൊന്നും ഇപ്പൊ ആരും മന്നില്ല. അവരൊക്കെ എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കാൻ വേണ്ടി പോണേണ്. മെല്ലെ പറ, പുറത്ത് ആൾക്കാർ കേൾക്കും, നാണക്കേടാണിത്. ഇവിടെ മെല്ലെ പറഞ്ഞിട്ട് കാര്യമില്ല, നാട്ടുകാർ മൊത്തം ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ.
ഇപ്പൊ ഈ ഉള്ളവർ ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ എന്റെ കുടുംബം കയറി ആക്രമിച്ചേക്കണവർക്ക് പണി കൊടുക്കണം. എന്തൊരു കഷ്ടമാണ് റബ്ബേത്. അല്ല പ്യാരി, ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് അതിഥി തൊഴിലാളികളില്ലേ നമ്മുടെ നാട്ടില്? ഒരു ബിരിയാണി മേടിച്ചു കൊടുത്ത വരൂല തല്ലാനും കൊല്ലാനും. എന്താ മൊയ്തൂക്കി പറയണ? അവരെ ജാതക്ക് ഉപയോഗിക്കാന്നല്ലാതെ വെട്ടാനും കുത്താനും അവര് നിൽക്കൂല. ഇതിപ്പോ ഞാനും പാരിയാറിനും കൂടി തല്ലാൻ പോയ അമ്മയുടെ തല്ലുകൊണ്ട് നാർത്തേ ഉള്ളൂ. ആളെ വേണം നമുക്ക്. അത് നേരാണ്, മന്മഥനെയാണല്ലോ നേരിടേണ്ടത്. ഇനിയിപ്പോ എന്താ ഒരു ബൈ അതാണ് ഞാൻ നോക്കണത്. ഞാനൊരു അഭിപ്രായം പറയട്ടെ. മൊയ്തൂക്കാടെ 2 മക്കളുണ്ടല്ലോ നല്ല തയ്യാറായവര്, ഒന്ന് ഞങ്ങളുടെ കൂടെ വിട്ട് തന്നേച്ചാ മതി, പണി ഞങ്ങൾ നടത്തിക്കോളാം. അത് നടക്കൂല പ്യാരി. അതിപ്പോ ഒരു 2 എൻട്രൻസ് കോച്ചിങ്ങിന് പോവല്ലേ, അപ്പൊ ഇതിലേക്ക് ഇറക്കിയാൽ ശരിയാവില്ല. അപ്പൊ നാട്ടുകാരുടെ മക്കള് തല്ലുകൊണ്ട് ചത്തോട്ടെ. അങ്ങനെയല്ല, നമുക്ക് അറിയാലോ അതിന്റെ കാര്യങ്ങളൊക്കെ. എന്തായാലും എനിക്ക് തല്ലാൻ 2 ആളെ ഞാൻ തന്നാ പോരെ? ആരെങ്കിലും തന്നിട്ട് കാര്യമില്ല, നമുക്ക് ഇന്ന് വേണം. തരൂ, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. തെരഞ്ഞെടുപ്പാണ് വരുന്നത്. കയ്യോ കാലോ ഒടിച്ചോളി, കൊല്ലരുത്. അല്ലെങ്കിൽ തന്നെ പാർട്ടിക്ക് സീനാണ്. ഒരു 4 വോട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചെങ്കിലും മയത്തിൽ നിൽക്കണം. അപ്പൊ അതാണ് പാർട്ടി തീരുമാനം. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ജീവൻ ഒഴിഞ്ഞു വെച്ച് പാർട്ടിക്ക് വേണ്ടി നടക്കണ എന്റെ അച്ഛനാ വീട് കയറി തല്ലിയിട്ട് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പാണ് വലുത് അല്ലേ? എന്നാ എന്താ വേണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പ്യാരിയെ ഈ വെട്ടിക്കോ, അതിനുള്ള സ്കെച്ച് ഞാൻ ഉണ്ടാക്കി തന്നാ പോരെ? അപ്പോ എന്നിട്ട് പിരിച്ചുവിടാൻ മതി അല്ലേ? ചോറുപതിയാണോ? വേണ്ട വേണ്ട. എവിടേക്കാ? അച്ഛാ, ഞാനേ ഞങ്ങളീ PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ എല്ലാവരും കൂടി പരീക്ഷാ ഭവന്റെ മുമ്പിൽ ശവപ്പെട്ടി കിടന്ന് ഉപവസിക്കണ്ട. അപ്പൊ അതിന്റെ ഇതിനു വേണ്ടി ഒന്ന് പോകണം. എന്താ ചെയ്യാ, ലക്ഷങ്ങൾ മുടക്കിയിട്ട് പരീക്ഷ നടത്തുക, എന്നിട്ട് റാങ്ക് ലിസ്റ്റ് ഇടുക, പിന്നെ ആ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുക, വീണ്ടും പരീക്ഷ നടത്തുക. സർക്കാരിന് പ്രാന്താണ്. എന്താ എന്റെ ചെറുക്കൻ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി ഒരുവിധ റാങ്ക് ലിസ്റ്റിലും വന്നു, എന്നിട്ട് ഇപ്പം ജോലി ഇല്ലാന്ന്. എടാ, നീ അവിടെ പോയിട്ട് ശവപ്പെട്ടിയിലൊന്നും കയറി കിടക്കരുത്. അറിയാതെ ആരെങ്കിലും അടച്ചു പോയാലേ. ഇല്ലമ്മ, അതൊക്കെ ഈ കനം കുറഞ്ഞ പിള്ളേരെ കിടത്തുള്ളൂ. എന്നൊക്കെ കിടത്താൻ മാത്രം ശവപ്പെട്ടി ഉണ്ടാക്കാൻ പറ്റണ്ടേ? അല്ലെങ്കിൽ അതിനുള്ള കാശ് വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്താ കൊച്ചു കുട്ടിയാണ്? അല്ല, കൊച്ചു കുട്ടിയല്ലേ ശവപ്പെട്ടിയിൽ കയറി കിടക്കവേ? അല്ല, അറിയാതെ ഇങ്ങനെ കയറി കിടന്നാലോ? ഞാൻ പോട്ടെ. അതല്ല, അവിടെ പോയ വെള്ളം കുടിക്കണം. ആ അമ്മ, ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ. ഒന്നും ചെയ്യാൻ അനുവദിക്കൂലോ ഇവിടെ. വെറുതെ പൊക്കോ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിക്കണം. വെയിലത്ത് നിക്കരുത്, തണലത്ത് നിന്ന് മുദ്രാവാക്യം വിളിച്ചാ മതി. പിന്നെ അവിടെ പോയി കാറി കൂവണ്ട, തൊണ്ടവേദന വരും. ശ്രദ്ധിച്ച് നിനക്ക് എന്താണ്? ഒന്നിരാത്ര ബോധ ചെക്കനല്ലേ, അതൊക്കെ വെള്ളം കുടിക്കേണ്ട കാര്യം അറിഞ്ഞൂടെ? അല്ല, അവനിപ്പോ ഈ ജോലി കിട്ടാത്തതിന്റെ നല്ല മാനസിക വിഷമമുണ്ട്. ഞാൻ അതും കൂടിയും പറഞ്ഞോ മാനസിക രോഗിയാണെന്ന്. അല്ല ഏട്ടാ, അവനിപ്പോ ഒന്നും കഴിക്കണില്ല, വെള്ളവും കുടിക്കണില്ല. പാവം, അതിന് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു. ജോലിയൊക്കെ കിട്ടുമ്പോ കിട്ടും. നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല. ഞാൻ ആരല്ലാണ്ട് എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, വെറുതെ അവിടെ ഇരുന്നോ. Puta!